തരാമെന്ന് പറഞ്ഞത്, കൊടുക്കാമെന്നേറ്റത്, അതേ പലരോടും തരാമെന്ന് നിശ്ചയിച്ചു പറഞ്ഞത്, നിങ്ങൾ എന്റെ കയ്യിലേക്ക് സ്വകാര്യമായി സ്വന്തമായി നിങ്ങളുടെ കാശ് ഏൽപ്പിച്ചോളൂ എന്ന് പറഞ്ഞ് നമ്മൾ കാശേറ്റെടുത്തു. ദീനിന്റെ വിഷയത്തിൽ, അമലിന്റെ വിഷയത്തിൽ, ആത്മീയ അനുഭവങ്ങളുടെ വിഷയത്തിൽ മുകളിലേക്ക് നോക്കണം, മുകളിലേക്ക് നോക്കണം. ദുനിയാവിന്റെ വിഷയത്തിൽ താഴേക്കിടയിലേക്ക് നോക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരവസ്ഥയുണ്ട്, അത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ ധാരാളം പ്രചോദനം നൽകും. ഹിർസ് കുറക്കാനുള്ളൊരു മാർഗം അതാണ്. അലച്ച കുറക്കാൻ, അത്യാഗ്രഹം കുറക്കാൻ. അത്യാഗ്രഹം കൂടി വന്നാൽ നിയമങ്ങളും പരിധിയും വിട്ട് സാമ്പത്തികമായ മേഖലയിൽ സഞ്ചരിച്ചു പോകും. ആ ഒരു വിഷയം അവിടെ പറഞ്ഞിട്ട് ഏഴാമത്തെ ഒരു ദുസ്വഭാവം നമ്മിൽ നിന്ന് നീക്കാൻ വേണ്ടി അല്ലാഹു തആല ഉപദേശിക്കുന്നു. ഇന്നലത്തെക്കാളും ഗൗരവമുള്ള വിഷയമാണിത്. ഇന്ന് പറയുന്ന 7ഉം 8ഉം. വഔഫൂ ബിൽ അഹദ് ഇന്നൽ അഹദ കാന മസ്ഊലാ. വഔഫൂ ബിൽ അഹദ്, വാഗ്ദാനം, വാഗ്ദത്തം നിങ്ങൾ പൂർത്തിയാക്കണം. വാക്ക് നിങ്ങൾ പാലിക്കണം. കരാറ് നിങ്ങൾ പൂർത്തീകരിക്കണം. ഇന്നൽ അഹദ കാന മസ്ഊലാ. ആ വാക്കുകളെപ്പറ്റി, വാഗ്ദാനങ്ങളെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടും. നാമും റബ്ബ് തആലയും തമ്മിലുള്ള വാഗ്ദാനങ്ങളുണ്ട്. ആ വാഗ്ദാനങ്ങൾ അള്ളാഹുവിന്റെ തക്ലീഫുകളാണ്. അള്ളാഹു നമ്മോട് കൽപ്പിച്ച കാര്യങ്ങളും വിലക്കിയ കാര്യങ്ങളും അത് നേരെ ലെവലായി കിട്ടാനാണ് ജീവിതം ഇങ്ങനെ മുന്നോട്ട് നീക്കി തരുന്നത്. ഉസ്താദെ, നിസ്കരിക്കുന്നുണ്ടല്ലോ, ലെവലിലെത്തണം. നോമ്പ് നോൽക്കുന്നുണ്ടല്ലോ, അതിന്റെ ലെവലിലെത്തണം. ഹജ്ജ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പറഞ്ഞ ഹജ്ജാകണം. ഏത് ഹജ്ജ്? ഫലാ റഫത വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഏത് നിസ്കാരം? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ആ നിസ്കാരം എത്തിയിട്ടുണ്ടോ? എന്നാ പിന്നെ സന്തോഷാണ്. ആ നിസ്കാരം നമ്മളുടെ ഈ ലോക്കൽ നിസ്കാരമല്ല. ഹാഫിൽ ബിൻ കസീർ പറഞ്ഞു, ഒരു സാധാ നിസ്കാരമല്ല. നിസ്കാരം തിന്മയിൽ നിന്ന്, അനാവശ്യങ്ങളിൽ നിന്ന്, അരുതായ്മകളിൽ നിന്ന് പിടിച്ചു നിർത്തും, തടഞ്ഞു നിർത്തും എന്ന് പറയുന്ന നിസ്കാരത്തിൽ ഹാഫിൽ ബിൻ കസീർ അടക്കമുള്ള പണ്ഡിതന്മാര് പറഞ്ഞു, അതിന് പ്രധാനമായും 3 വശങ്ങൾ ചേരണം. ഒന്ന്, ആ നിസ്കാരത്തിലെ ഇഖ്ലാസ്. മറ്റൊന്ന്, ആ നിസ്കാരത്തിലെ ഭക്തി. മറ്റൊന്ന്, ആ നിസ്കാരത്തിലെ ക്രമീകരണം. ഫർളും സുന്നത്തും ഒന്നും വിടാതെ, കറാഹത്ത് ഒന്നും വരാതെ. ഒന്ന് കൂട്ടി നോക്കി, ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്ക് നമ്മുടെ നിസ്കാരത്തെ. അള്ളാഹുവിനോട് നമുക്കുള്ള അഹദാണ്, നമുക്കുള്ള കരാറാണ്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ നോമ്പ് പോലെ ആകരുത് വരാനിരിക്കുന്ന നോമ്പ്. ആ നോമ്പ് എങ്ങനെയാകണം? കുറെ കാലമായി നോമ്പ് വെക്കുന്നത് ഇഹ്തിസാബിന്റെ ഒരു നോമ്പായിട്ടുണ്ടോ? ഇഹ്തിസാബൻ മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ. ഈമാനൻ ഒരു പക്ഷെ ആയിട്ടുണ്ടാകും, ഇതൊരു ഫർളാണ് എന്നുള്ള ആ നല്ല വിശ്വാസത്തോടെ തന്നെ നിർവഹിക്കും. അത് കഴിഞ്ഞിട്ട് മറ്റൊന്നാണ് ഇഹ്തിസാബൻ. ഒറ്റ വാക്കിൽ നമ്മൾ പറയും പ്രതിഫലം കാംക്ഷിച്ച്. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വിശദീകരിച്ചു, ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ, മറ്റൊരുപാട് പണ്ഡിതന്മാർ വിശദീകരിച്ചു. പ്രതിഫലം കാംക്ഷിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ അറിയോ? ആ നോമ്പ് വന്നിട്ട് എത്ര ദൈർഘ്യം കൂടിയാലും, എത്ര ഉഷ്ണം കൂടിയാലും, എത്ര മഴ പെയ്താലും, തണുപ്പ് വന്നാലും ഒരു പ്രയാസത്തിന്റെ ഒരു മുഖമോ സ്വഭാവമോ വരാത്ത രീതിയിലാണ് നോമ്പ്. അതായിട്ടുണ്ടോ? ഇതൊരു കനമേറിയത് പടച്ചോൻ. ഇനി 30 ദിവസവും ഇപ്പോ പകല് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. വല്ലാത്തൊരു സംഗതി തന്നെ. ഇനിയിപ്പോ ഭക്ഷണം കിട്ടണമെങ്കിൽ 6:59 ആകണം, 58 ആയാലും കിട്ടൂല. അങ്ങനെയുള്ളൊരു കണക്ക്. നമ്മുടെ മനോഗതി അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞ രൂപത്തിലേക്ക് ആയിട്ടില്ല. ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി ഓതാൻ സുഖാണ്. അത് വിശദീകരിച്ച് കേൾക്കുമ്പോ അത് കിട്ടുമോ നമ്മൾ നോമ്പ് കൊണ്ട് എന്നുള്ളത് വളരെ കൂടുതൽ ചിന്തിക്കണം. നമ്മളെ നോമ്പ് കൊണ്ട് ഒന്നേതായാലും കിട്ടും. അൽ ജൂ, വിശപ്പ് എന്നുള്ള സംഗതി, അത് കുറച്ചൊക്കെ അനുഭവിക്കും.
അപ്പൊ ഒരു ക്ഷീണമായിട്ട് കരുതാത്ത വിധം ഒരു സന്തോഷമായിട്ട് സ്വീകരിക്കുന്ന ഒരു മനസ്ഥിതിയിലേക്ക് ആ നോമ്പ് വളരണം. ആ ഒരു പരുവത്തിലേക്ക് എത്തണം. ദൈർഘ്യമായി എന്നുള്ള ചിന്ത വരരുത്. നിസ്കാരത്തിന്റെ അവിടെ അങ്ങനെ തന്നെ മങ്കാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, നീളം കൂടി പോയി, അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഹറമിൽ ചെന്ന് നോക്കൂ നിങ്ങൾ, 90 92 വയസ്സുള്ള അറബികൾ 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള നിസ്കാരത്തിൽ വരും. നമ്മളല്ലേ നാട്ടിൽ അന്വേഷിക്കുന്നത് 8:35 തുടങ്ങിയിട്ട് 9 മണിക്ക് തിരുന്ന എവിടെ? നമ്മളല്ലേ ഹൈസ്പീഡിൽ നന്നായിട്ട് ഒരു കറക്കിക്കുത്ത് എന്ന് വേണം പറയുവാണെങ്കിൽ. എന്നിട്ട് നമ്മൾ നല്ല ആളെ ആശ്വസിക്കും ചെയ്യും. ഇക്കൊല്ല റമളാനെ 30 ദിവസം നിസ്കരിച്ചു, അൽഹംദുലില്ലാഹ്. അപ്പൊ ആ നിസ്കാരത്തിനെ പറ്റി അങ്ങനെ ഒരു ഭാഷയുണ്ട് ഹദീസിൽ, ഈമാനൻ വഹ്തിസാബൻ. ഇനി ചിലര് പറയും പക്ഷെ അത് വേറെ ആൾക്കാർക്കാണ്. നമ്മക്ക് തന്നെ സഹോദരങ്ങളെ, അത് നമ്മൾ അതിന് അനുസരിച്ചാക്കിയെടുക്കണം. അത് നിസ്കാരം ആ പരുവത്തിലേക്ക് മാറ്റിയെടുക്കണം, വുളൂ ആ രൂപത്തിലേക്ക് മാറ്റിയെടുക്കണം, കുളി ആ രൂപത്തിലേക്ക് മാറ്റിയെടുക്കണം. സുബ്ഹാനല്ലാഹ്, കാമിലായ കുളി ഇതുവരെ കുളിച്ചിട്ടില്ലേ, ഇനി എന്നാ കുളിക്ക? ചിലര് പറയും, ചിലരൊക്കെ കാമിലായ കുളി ആകെ ജീവിതത്തിൽ ഒറ്റേ കിട്ടുള്ളൂ. ഏതാ അറിയോ? ഓല കുളിപ്പിക്കണം, മയ്യത്ത് കുളി. അക്മലായ ഒരു കുളി അവർക്ക് ജീവിതത്തിൽ ആകെ കിട്ടുന്നത് ഓല മറ്റുള്ളവർ കുളിപ്പിക്കുന്ന ഒരു കുളിയാണ്. അല്ല, നിങ്ങളൊക്കെ ഒന്ന് കുളിച്ചവരല്ലേ? കുളിന്റെ മുമ്പ് ഉളു കൊടുത്തു, ബ്രഷൊക്കെ ചെയ്ത് മിസ്വാക്ക് ചെയ്ത് നല്ല ഉളു. അത് നബിതങ്ങൾക്ക് മാത്രമുള്ള സുന്നത്ത്. അങ്ങനെ അത് ഇമാമിങ്ങൾക്ക് മാത്രം പറഞ്ഞു, നമുക്കത് പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഒരു കുളി കുളിക്കുമ്പോഴും ഉളു എടുക്കാതെ ഒരു കുളിയും കുളിച്ചിട്ടില്ല. എത്ര കാലമായി കുളിക്കുന്നു? എത്ര കാലമായ സഹോദരങ്ങളെ വെള്ളം ചെലവഴിക്കുന്നു? ഇന്നത്തെ കുളിക്കുമല്ലോ നീയത്തും വെച്ചു. ആകെ ആൾക്കാർ നീയത്ത് കേൾപ്പിള്ള ഒന്നെങ്കിൽ ജനാപത്തുണ്ടാവുമ്പോ അല്ലെങ്കിൽ ജുമാക്ക് അല്ലെങ്കിൽ പെരുന്നാളിന്. എല്ലാ കുളിക്കും നീയത്ത് വേണ്ടേ? കുളിക്കാകെ 2 ഫർദല്ലേ ഉള്ളൂ. ഒന്ന് നീയത്ത്, ഒന്ന് ശരീരമാസകലം വെള്ളം ഒലിപ്പിക്കുക. എല്ലായിടത്തും വെള്ളം. രണ്ടാമത്തെ ഓക്കെ ഉണ്ടാവും. ഇന്നെന്താ കുളി? ഇന്നത്തെ സുന്നത്തായ കുളി. വേറെന്താ? നാളെ ഫർദായ കുളി ഒന്നുമില്ലെങ്കിൽ നാളത്തെ സുന്നത്തായ കുളി നാളെ കരുതും. ഓരോ ദിവസവും സുന്നത്തായ കുളിയുണ്ട്. റമളാനിൽ രാത്രി കുളി സുന്നത്തില്ലേ? റമളാനിൽ രാത്രി സുന്നത്ത് കുളി കുളിക്കുന്നു, നീയത്ത് വെക്കണം. റമളാനിൽ എല്ലാ രാത്രിയും സുന്നത്ത് കുളിയുണ്ട്. ഉറങ്ങാനല്ലത്, നല്ല ആവേശത്തോടെ കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ മാറ്റി അത്രയൊക്കെ തേച്ച് തറാവിയൊന്ന് നിസ്കരിക്കാനാണ്, ഖുർആനൊക്കെ ഒന്ന് ഓതാൻ. പകലേതായാലും കുറച്ചൊക്കെ ഉറങ്ങുമല്ലോ നമ്മൾ, നോമ്പല്ലായതുകൊണ്ട്. ഓരോ ടൈമിൽ അങ്ങനെ തന്നെ. ഫിൽമിന്റെ മജ്‌ലിസിലേക്ക് വരാൻ വേണ്ടി ഹജ്ജിന് പോകുമ്പോൾ എത്ര കുളി ഉണ്ട്? അപ്പൊ മാത്രം ആൾക്കാർക്ക് കൂടി ഓർമ്മ ഉണ്ടാകുള്ളൂ. ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പൊരു കുളി, മക്കയിൽ പ്രവേശിക്കുന്നതിന് മുമ്പൊരു കുളി, അറഫയിൽ പ്രവേശിക്കുന്നതിന് മുമ്പൊരു കുളി, മുസ്ദലിഫയിലെത്തിന് മുമ്പൊരു കുളി. ഇവിടൊക്കെ കുളിയില്ല. അപ്പൊ മാത്രമേ നീയത്തുള്ളൂ നമ്മൾ കുളിക്കും. നമ്മളെ ഹാലാ പറഞ്ഞത്, പുറത്തുള്ള ആൾക്കാരതല്ല. അപ്പൊ ആൾക്കാരിങ്ങനെ ചിന്തിക്കുകയാണ്, ഇന്നും കുളിച്ചു ഇന്നലെയും കുളിച്ചു, കുളി വെറുതായി പോയി, വെള്ളം ചെലവായി, തണുപ്പും കിട്ടി, അതുപോലെ തന്നെ അത് തോർത്തി, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നൊരു ഉദാഹരണം പറഞ്ഞാണ്. ഇങ്ങനെ എല്ലാ വിഷയങ്ങളും ആ ഒരു പരുവത്തിലേക്ക് എത്തുമ്പോഴാണ് സത്യത്തിൽ അമലിന്റെ യഥാർത്ഥ ഭംഗി നമുക്ക് ഉണ്ടായിത്തീരുക. നിസ്കാരം തന്നെ നോക്ക് നിങ്ങൾ, വളരെ പണിപ്പെട്ടല്ലേ നിസ്കാരം റെഡിയാക്കേണ്ടത്. ഈ അമലുകളുടെ കൂട്ടത്തിലൊക്കെ അല്ലാഹു തആല നിസ്കാരത്തെ പറ്റിയാണ് അങ്ങനെ ഒരു ഭാഷ പറഞ്ഞത്. വഇന്നഹാ ലകബീറ ഇല്ലാ അലൽ ഖാശിഈൻ. നിസ്കാരം വഇന്നഹാ ലകബീറ, അത് വലിയൊരു വിഷയമാണ്, വലിയ വിഷയമാണ്. ഹജ്ജിനെ പറ്റി അങ്ങനല്ല പറഞ്ഞത്. നോമ്പിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞത് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. അല്ലാഹു നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നാണ്. 14 മണിക്കൂർ നോമ്പ് വെച്ചാലും എളുപ്പം തന്നെ. ഇനി 22 മണിക്കൂറാണ് ഒരാൾ നോമ്പ് വെക്കുന്നെങ്കിലും യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ, അല്ലാഹു എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. ഇതോ വഇന്നഹാ ലകബീറ, നിസ്കാരം വലിയ വിഷയമാണ്. ഇല്ലാ അലൽ ഖാശിഈൻ, ഭക്തിയുള്ളവർക്കൊഴികെ. എന്താണ് ആ ഭക്തിയുടെ ലക്ഷണം? ആ നിസ്കാരത്തിൽ ഒരൊറ്റ കറാഹത്ത് ഉണ്ടാകൂല, ഒരൊറ്റ ഖിലാഫുൽ ഉണ്ടാകൂല. എല്ലാ സുന്നത്തുകളും പാലിച്ചിരിക്കും, എല്ലാ നിർബന്ധങ്ങളും പാലിച്ചിരിക്കും. സഹോദരങ്ങളെ, നിസ്കാരങ്ങൾ കണ്ടാൽ എത്ര സങ്കടകരമാണെന്നറിയോ? നിസ്കാരങ്ങൾ ഓരോ കൊല്ലവും ഇങ്ങനെ അതിന്റെ ലെവലിൽ ആക്കാനാണ് അല്ലാഹു തആല ആയുസ് ഇങ്ങനെ തരുന്നത്. എന്റെ അഹദ്, എന്റെ അടിമങ്ങൾ പൂർത്തിയാക്കി നന്നായിക്കോട്ടെ നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ട് വർഷങ്ങളോളം ദുആ ചെയ്തു ഒരാള്. കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാമിനോട്, മൂസാ നബിയെ ഞാൻ എത്ര കൊല്ലാതെ ഇറക്കുന്നത് അറിയാം,
ഉത്തരം കിട്ടിയില്ല. അപ്പൊ മൂസാ നബി ചോദിച്ചു, അള്ളാഹുവേ, ചോദിച്ചാ ഉത്തരം കൊടുക്കുന്നവനല്ലേ നീ, നിന്റെ അടിമല്ലേ, എത്രയോ കാലമായി, ഒരു കൊല്ലൊന്നല്ല, ഒരു വിഷയം ചോദിക്കുന്നു, എന്താ കൊടുക്കാത്ത? ഇവിടെ അള്ളാഹു തആല പറഞ്ഞു, കൊടുക്കാത്ത എന്താണെന്നറിയോ? ഒന്ന് ഇങ്ങോട്ട് മനസ്സൊന്ന് ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കാൻ പറയുന്നു. ഹുദൂറുൽ ഖൽബ്. ആമീൻ ആമീൻ ആമീൻ. ഒന്ന് നേർക്ക് നേരല്ലേ, അതെപ്പോഴേ നമ്മളേക്കൊന്ന് വരുന്നത്. ഒരു സങ്കടം അങ്ങോട്ട് മനസ്സിലെത്തി കെട്ടി വന്ന കണ്ണീരിന്റെ ചാലായിരിക്കും. അപ്പൊ ഒരു ചെറിയ മനസ്സാന്നിധ്യം, വലുതൊന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് ആ ചോദ്യം കയ്യലോടത് കഴിഞ്ഞു. അല്ലെങ്കിൽ നീറിപ്പുകയുന്നൊരു പ്രശ്നത്തിന് കണ്ണീരിട്ടിട്ട് അവിടെ മാത്രം എപ്പോ ദ്വാർക്കുമ്പോഴും ഹുദൂറുൽ ഖൽബ് വേണം. ചെറിയ ദ്വാണെങ്കിലും വലിയ ദ്വാണെങ്കിലും, മറ്റുള്ള ദ്വാക്ക് ആമീൻ പറയാണെങ്കിലും, അത് ജുമുഅന്റെ ദ്വാണെങ്കിലും നിസ്കാരത്തിന്റെ ദ്വാണെങ്കിലും ഒക്കെ. ചെറിയ നിസ്കാരത്തിന്റെ ശേഷമുള്ള ദ്വാക്ക ഒരു ആമീൻ 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 ആമീൻ. കയ്യന്നെ നേർക്ക് ഉയർത്തൂല. എങ്ങനെയാ കൈ ഉയർത്തേണ്ടത്? ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാ കൈ ഉയർത്തേണ്ടത് ദ്വാർക്കുമ്പോ? ഫസല്ലി റബ്ബിക വൻഹർ. വൻഹർ എന്നതിന്റെ തഫ്സീർ കാണാം. നെഹറിന്റെ ഭാഗത്തേക്ക് ഉയർത്തണം കൈ, നെഞ്ചിന്റെ ഭാഗത്തേക്ക്. ഒരാൾക്ക് ആമീൻ 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 സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് മുഖം തടവാൻ പോലും നേരല്ല. ആമീൻ ബി റഹ്മത്തിക എന്ന് പറയുമ്പോഴേക്കും ഒരു കൈയിട്ട് അല്ലാഹു തആല വേണമെങ്കിൽ തന്നോട്ടെ, മറ്റവർക്ക് കൊടുക്കുമ്പോൾ കൊടുക്കണേ തന്നോട്ടെ. അങ്ങനെ കരുതേണ്ടല്ലോ. നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആ എത്ര ഉത്തരം കിട്ടുന്ന ദുആണ്. പക്ഷെ ആൾക്കാർ ആമീൻ പറയും. ഇവിടെ ഇപ്പോൾ ഒരു സയ്യിദ് വന്നിട്ട് നല്ലോണം കരഞ്ഞു ദ്വാർക്കാണെങ്കിൽ ഉള്ള ആ തഖ്വയും ഹുദൂറും ഉണ്ടാകും. നിസ്കാരത്തിന്റെ ശേഷം നിങ്ങൾ ആമീൻ പറഞ്ഞീന് എവിടെ? നിസ്കാരത്തിന് ശേഷം ആൾക്കാരെ കയ്യൊ നോക്കണ്ടി, ആൾക്കാർ ഇങ്ങനെ ഒരു മന്ദപ്പിൽ ആമീൻ. ഇമാമ് ദ്വാരുന്നോ എന്ന് വെച്ചാല് ഈ ആമീൻ പറഞ്ഞ ആളോട് ഇമാമ് ദ്വാരുന്നോ അയാൾക്കെന്നെ സംശയം. കാരണം അയാൾ ആമീൻ പറഞ്ഞത് അങ്ങനെയുള്ളൂ. അതേ സമയത്ത് ഒരാൾ ദ്വാരുന്ന ആളും ആമീൻ പറഞ്ഞ ആളും രണ്ടുപേരും റെഡിക്കാണെങ്കിൽ ഖദ് ഉജീബത് ദഅവതുകുമാ, ഉത്തരം ഉറപ്പാ. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ദ്വാരുന്നു, ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം ആമീൻ പറഞ്ഞു. ആമീൻ അങ്ങോട്ട് പറഞ്ഞ ഉടനെ അല്ലാഹു തആല ഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെട്ടിരിക്കുന്നു. രണ്ടാളും ദ്വാരുന്നു, ആമീൻ പറഞ്ഞാളും ദ്വാരക്കന്നല്ലേ, ആമീനല്ലേ പറയുന്നത്. പക്ഷെ അറിയുന്ന ആമീൻ മറ്റേ ആള് ദ്വാരക്കുമ്പോ ഉസ്താദിന്റെ ദ്വാക്ക് ഇഖ്ലാസ് ഉണ്ട്, അതുകൊണ്ട് കിട്ടിയേക്കും, അതുപോരാ. രണ്ടുപേർക്കും അതിൽ പങ്കുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു സയ്യിദ് ഇവിടെ വന്ന് ദ്വാരക്കാന്ന് കുട്ടികൾ, ആ സയ്യിദ് ഇങ്ങനെ കരഞ്ഞിട്ട് വല്ലാത്ത കരച്ചിൽ കരയുണ്ട്. നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു കണ്ണീരിങ്ങനെ വന്നു, നമ്മൾ ആമീനൊക്കെ പറഞ്ഞു. അതിനേക്കാളും ഷറഫുള്ള ബഹുമാനമുള്ള ദുആയാണ് നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആ. സുന്നത്ത് നിസ്കരിച്ചിട്ട് നമ്മൾ ദ്വാരക്കുന്ന ദുആ, വിത്തറിന്റെ ശേഷമുള്ള ദുആ, ളുഹാന്റെ ശേഷമുള്ള ദുആ, തഹജ്ജുദിന്റെ ശേഷമുള്ള ദുആ. എനിക്ക് എത്രമാത്രം വലിയ ഫലപ്രാപ്തിയുണ്ട്. അവിടെ ഒന്നിങ്ങനെ നെഞ്ചിലേക്ക് കയ്യും ചേർത്ത് വെച്ച് വളരെ വിനയത്തോടെ വണക്കത്തോടെ ചിന്തകളൊക്കെ ഒഴിവാക്കിയിട്ട് ഒന്ന് അള്ളാഹുവിനോട് ചോദിച്ചാൽ ചെറിയ ചോദ്യമാണെങ്കിലും റബ്ബ് തആല സ്വീകരിക്കും. മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹ് പറഞ്ഞു, ഒന്നും മനസ്സൊന്നും കൂടി തിരിക്കാൻ പറയും. ഒന്ന് ആ ചോദ്യം ചോദിക്കുമ്പോൾ അന്ന് തന്നെ ഉത്തരം കിട്ടി. വർഷങ്ങളോളം ചോദിച്ചിട്ട് ഉത്തരം കിട്ടാത്തത് മൂസാ നബി അലൈഹി സ്വലാമിനോട് പരാതിപ്പെട്ടപ്പോൾ അല്ലാഹു തആലയുടെ നിർദ്ദേശം, ഒന്ന് എന്നിലേക്കൊന്ന് മനസ്സിരിച്ചിട്ട് ഒന്ന് ദ്വാരക്കാൻ പറയും, ഒന്ന് ചോദിക്കാൻ പറയും, ഞാനും കൊടുക്കും. അല്ലാഹു തആല എത്ര വലിയ ഔദാര്യവാനാണ്. അപ്പൊ ആ ഒരു തലത്തിലേക്ക് ഉയരാൻ അല്ലാഹു തആലയോട് നമുക്കുള്ള അഹദതാണ്. വിശ്വാസങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ, കർമ്മങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച വിധത്തിലേക്ക് ആക്കിയെടുക്കാനാണ് ആയുസ് ഇങ്ങനെ മാറ്റി 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 ഇങ്ങനെ പുതുക്കി തരുന്നത്. അതോടൊപ്പം കർമ്മങ്ങൾക്ക് വർധനവുണ്ടാക്കണം, മികവുണ്ടാക്കണം. ഓരോ കൊല്ലവും ഓരോ അവസ്ഥയിലും മാറ്റം വേണം. ആ മാറ്റത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം അങ്ങനെയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ നിസ്കാരത്തിന്റെ സന്ദർഭങ്ങളിലും എന്തെങ്കിലും വിഷയത്തിൽ മാറ്റങ്ങൾ വന്നാൽ സ്വഹാബത്തിനത് പഠിപ്പിക്കാറുണ്ട്. എല്ലാ ടൈമിലും പഠിപ്പിക്കാറുണ്ട്. ഓരോ ടൈമിലും ഓരോ വിഷയങ്ങൾ പഠിപ്പിക്കാറുണ്ട്. നിസ്കാരത്തിന്റെ ഘട്ടത്തിൽ ഓരോ ചെറിയ ചെറിയ കറാഹത്തുകൾ ഓരോന്നോരോന്ന് തിരുത്തി ആദ്യഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്ന
മേൽപോട്ട് നോക്കുന്ന ചില സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. തങ്ങൾ വളരെ ഗൗരവത്തോടെ പറഞ്ഞു, മാബാലു അഖ്വാമിൻ യർഫഊന അബ്സാറഹും ഇലസ്സമാ. ചില മനുഷ്യന്മാരുടെ അവസ്ഥ എന്താണ്? നിസ്കാരത്തെ അവർ മേൽപോട്ട് കണ്ണുയർത്തുകയാണ്, അള്ളാഹുവിലേക്കല്ലേ തിരിഞ്ഞിരിക്കുന്നത്. ലതുഖ്തഫുന്ന അബ്സാറുഹും ഔ ലയൻതഹയുന്ന അൻ ദാലിക്. ഒന്നെങ്കിൽ ഈ പണി നിർത്തണം, അല്ലെങ്കിൽ അവരെ കണ്ണുകളൊക്കെ പിഴുതെടുത്ത് കൊണ്ടുപോകണം. അത്രയും ഗൗരവമുള്ള വിഷയാണത്. സഹോദരങ്ങളെ, നിസ്കാരത്തിൽ ഒരു ഇൽത്തിഫാത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയല് കറാഹത്താണ്. പക്ഷെ ഇപ്പൊ ആൾക്കാർക്കൊരു വിഷയമല്ല. നിങ്ങൾക്ക് ഒരു നല്ല തുണിക്കുപ്പായിട്ട് ഒരു അത്ര തേച്ചിട്ടേ ഒരാളത്ത് പോയി നോക്കാണ്, നമ്മളിങ്ങനെ കൈയ്യട്ടും വേണമെങ്കിൽ നോക്കണ്ടോ ആരപ്പോയി വന്നെന്ന് ശരിക്കും നോക്കാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് നോക്കാനൊന്നും സമയം ഉണ്ടാവില്ല, അതുകൊണ്ട് ഇപ്പൊ തന്നെ നോക്കുക. എന്നൊരു നോട്ടം, പുതിയ തുണിക്കുപ്പായൊക്കെ അത്രക്കണ്ട നല്ല മണമുണ്ട് എന്നൊരു നോട്ടം. ഈ നോട്ടം എന്താണ്? അടിമയിൽ നിന്ന് പിശാച്ച് റാഞ്ചുന്ന ഒരു റാഞ്ചലാണ്. അവന്റെ നിസ്കാരം ഒറ്റയെടുക്കുകയാണ്, നിസ്കാരത്തിന്റെ ആ ശ്രദ്ധ ഒറ്റയെടുക്കുകയാണ്. അപ്പൊ നിസ്കാരത്തിന്റെ കറാഹത്ത് കഴിവിന്റെ പരമാവധി കുറച്ചെങ്കിലും ആ ഒരു ത്തിലേക്ക് ഉയരാൻ ഘട്ടം ഘട്ടമായി ശ്രമിക്കണം. സഹോദരങ്ങളെ, വുളൂഇന്റെ വിഷയത്തിലും കുളിയുടെ വിഷയത്തിലും ഒക്കെയുണ്ടത്. എല്ലാ കർമ്മപരമായ വിഷയങ്ങളിലുണ്ട്. ഞാൻ ഓരോന്നോരോന്ന് എണ്ണി പറയുകയല്ല. നിസ്കരിക്കാൻ വീട്ടിൽ നിൽക്കുന്ന ആളുകൾ, പുരുഷന്മാര് വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ബാങ്കും ഇഖാമത്തും സുന്നത്തല്ലേ. ബാങ്ക് കുറച്ച് ജമാഅത്തിനാണെങ്കിൽ കുറച്ച് ഉറക്ക കൊടുക്കണം, അല്ലെങ്കിൽ സ്വന്തം ശരീരം കേൾക്കുന്ന വിധത്തിൽ ഉറക്കയാക്കണം, മറ്റൊരാൾ കേൾക്കുന്ന വിധത്തിൽ ഉറക്കയാക്കണം. ജമാഅത്തിനാണെങ്കിൽ ബാങ്കുമില്ല, ജമാഅത്തുമില്ല, ഇഖാമത്തുമില്ല. നിസ്കരിക്കാൻ വന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടോ? ഞാൻ എപ്പോഴും നിസ്കരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കലുണ്ട്. എന്തിനാ? നമ്മളെ നിസ്കാരം തിരുത്താനാട്ടോ. ഓരോട് പറയാൻ ടൈം കിട്ടിയാൽ പറയല്ലേ, പറയുന്നില്ല. ആൾക്കാർ നേരെ ഒന്ന് സൊഫിലും അല്ലാഹു അക്ബർ. മുമ്പൊന്നും അങ്ങനല്ല. നമ്മൾ പുരയിൽ ശ്രദ്ധിച്ചു നോക്കും. മുമ്പൊക്കെ പുരയിൽ ഒരു വല്യപ്പ നിസ്കരിക്കുകയാണെങ്കിൽ, വല്യമ്മ നിസ്കരിക്കുകയാണെങ്കിൽ വല്യമ്മ ഇക്കാമത്ത് കൊടുക്കും, വല്യപ്പ ബാങ്കും ഇക്കാമത്തും കൊടുക്കും. അപ്പുറത്തെ റൂമിൽ നിന്ന് ബാങ്കും ഇക്കാമത്ത് കൊടുക്കണം, നമ്മളിപ്പുറത്ത് ഇങ്ങനെ കേൾക്കും. പുറത്തേക്കൊന്നല്ല, വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിക്കണമെങ്കിൽ ശരിക്കും കേൾക്കും. ഇപ്പോഴോ നിസ്കരിച്ചാ എന്നിട്ട് ബാങ്ക് ഇക്കാമത്തും കിട്ടില്ലല്ലോ. ബാങ്ക് ഇക്കാമത്ത് പള്ളി കൊടുത്തിട്ടാണ്, ഞാൻ എന്തിനാ കൊടുക്കണേ? ഓസ്കാരം കഴിച്ച് ബാങ്ക് കൊടുത്തില്ല, ഇക്കാമത്തും കൊടുത്തില്ല, ഒക്കറ്റടിക്ക്. അപ്പൊ അതൊരു ഒരു ക്രമത്തിലേക്ക് ആയി കിട്ടണം. അള്ളാഹുവിനോടുള്ള അഹദാണ്. വഔഫൂ ബിൽ അഹദ്, കരാർ പൂർത്തീകരിക്കണം, വാക്ക് പാലിക്കണം. ഇന്നൽ അഹദ കാന മസ്ഊലാ. റബ്ബിനും അടിമകൾക്കും ഉടമസ്ഥനും ഇടയിലുള്ള കരാറുണ്ട്. ജനങ്ങൾക്ക് നമുക്കിടയിലുള്ള പരസ്പരമുള്ള കരാറുകളുണ്ട്, വാക്കുകളുണ്ട്, വാഗ്ദാനങ്ങളുണ്ട്. അതും പൂർത്തിയാക്കി വീട്ടണം. സാമ്പത്തിക രംഗത്ത് വലിയൊരു വിഷയം ഇവിടെ വരുന്നുണ്ട്, നല്ലോണം ശ്രദ്ധിക്കണം. ഓരോ വാക്കിൽ, ഓരോ വാഗ്ദാനങ്ങളിൽ നമ്മൾ കുടുങ്ങിക്കഴിയുന്നവരുണ്ടാകും. നിറവേറ്റിയിട്ടുണ്ടാകൂല. നിറവേറ്റാണ് ഇങ്ങനെ നമ്മളെ കൊണ്ടുപോകുന്നത്. ഘട്ടം ഘട്ടമായി നിറവേറ്റണം. തരാമെന്ന് പറഞ്ഞത്, കൊടുക്കാമെന്നേറ്റത്, അതേ പലരോടും തരാമെന്ന് നിശ്ചയിച്ചു പറഞ്ഞത്, നിങ്ങൾ എന്റെ കയ്യിലേക്ക് സ്വകാര്യമായി സ്വന്തമായി നിങ്ങളുടെ കാശ് ഏൽപ്പിച്ചോളൂ എന്ന് പറഞ്ഞ് നമ്മൾ കാശ് ഏറ്റെടുത്തു. ആ കാശ് നമ്മൾ ചെലവാക്കി, നമ്മൾ ഉപയോഗപ്പെടുത്തി. ബിസിനസ്സിൽ പറ്റുന്ന മേഖലയാണെങ്കിൽ അല്ലാത്ത മേഖലയെ പറ്റി നമ്മുടെ സംസാരമില്ല. ഖിറാദിന്റെ രൂപമാണെങ്കിൽ ചെറിയ ഇളവൊക്കെ ഉണ്ടാകും. അന്ന് ആ രൂപം ഇപ്പോൾ നടക്കുന്നുണ്ടോ എന്നറിയില്ല, എവിടെങ്കിലൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടാകും. ഇനി എല്ലാരും അത് ഖിറാദിന്റെ രൂപമാണെന്ന് എഴുതി പറഞ്ഞ് തള്ളേണ്ടതുമില്ല, അതൊരു അടവും കൂടിയാണ്. ലാഭക്കൂറ് കച്ചവടം എന്നൊരു കച്ചവടമുണ്ട് ഇസ്ലാമിൽ, ഖിറാദ് എന്ന് പറയും. അതിനൊരുപാട് നിബന്ധനകളും കാര്യങ്ങളുമുണ്ട്. ആ ഒരു വിഷയത്തിൽ പെട്ടിട്ടാണ് ഇയാളെ പക്കൽ നിന്ന് സ്വത്ത് നഷ്ടപ്പെട്ടു പോയതെങ്കിൽ അയാൾ അമാനത്തുള്ള ആളാണ്, അമീനാണ്, വിശ്വസ്തനാണ്. പൊട്ടിയ വിഷയത്തിൽ അയാൾക്ക് ചെറിയൊരു ഉത്തരവാദിത്തത്തിന്റെ ഒഴിവുണ്ട്. അതേ സമയത്ത് സഹോദരങ്ങളെ, ഇപ്പൊ നടക്കുന്ന ചില്ലറ മേഖലകളൊന്നും പലതും അങ്ങനെയല്ല.
നിങ്ങളേക്കൊന്നും വാങ്ങും 50,000, അയാളേക്കൊന്നും വാങ്ങും 50,000, ഇയാളേക്കൊന്നും വാങ്ങും 10 ലക്ഷം, അയാളേക്കൊന്നും വാങ്ങും 10 ലക്ഷം. ഇങ്ങനെ ഓരോ മാസത്തിൽ ഇങ്ങനെ 5,000, 10,000, 20,000 ഇങ്ങനെ കൊടുക്കും. ഇങ്ങനെ കിട്ടാനുള്ളൊരു പക്ഷേ അടഞ്ഞു പോകുമ്പോൾ കൊടുക്കാനുള്ളതും തീർന്നു പോകും. അപ്പൊ പിന്നെ അപ്പുറത്ത് പറയുന്ന ഭാഷ എന്താണെന്നറിയോ? ബിസിനസ് പൊട്ടിയെന്നായിരിക്കും. കാരണം ഈ വരവ് കുറഞ്ഞുകൊണ്ട് കൊടുക്കാനുള്ളതും കുറഞ്ഞുപോയി. പിന്നെ പറയാനുള്ളൊരു ഭാഷ തന്നെ ബിസിനസ് പൊട്ടി. ഏത് ബിസിനസ്? ഇങ്ങനെ കിട്ടൽ കൊടുക്കരുത് എന്നുള്ള ബിസിനസ് നിന്നുപോയി. അതുകൊണ്ടൊക്കെ കൂടി പൊട്ടിപ്പോയി. നല്ല നിലക്ക് ബിസിനസ് നടത്തിയിട്ട് പൊട്ടിയ ആളുകൾ ഉണ്ടാകും. അള്ളാഹു അവരെ കരകയറ്റി കൊടുക്കട്ടെ. നമ്മളവരെ വിമർശിക്കുന്നില്ല. അതേ സമയത്ത് അരുതാത്ത മേഖലയിലൂടെ സമ്പത്ത് വാങ്ങിയിട്ട് അത് വലിയൊരു ഉത്തരവാദിത്വമാണ്. പൂർത്തിയാക്കി വീട്ടേണ്ടതാണ്. കരാറ് പൂർത്തിയാക്കേണ്ടതാണ്. ശരിക്കും പൂർത്തിയാക്കി വീട്ടേണ്ടതാണ്. അത് ജനങ്ങളും നമ്മളും തമ്മിലുള്ളൊരു ഹക്കാണ്. 2 ഹക്കുമുണ്ട് ഇവിടെ പറഞ്ഞിടത്ത്. അള്ളാഹുവും ജനങ്ങളും തമ്മിലുള്ള ഹക്കുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത്. വിശ്വാസ കർമ്മ ആചാരാനുഷ്ഠാനങ്ങളും അതതിന്റെ പൂർണ്ണസ്ഥതയിലേക്ക് കൊണ്ടുവരാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കണം. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അതിനനുസരിച്ചുള്ള ഇൽമും അമലും തഖ്വയും ഇഖ്ലാസും ഒക്കെ സ്വീകരിക്കണം. അതേ രൂപത്തിൽ മറ്റൊന്ന് ജനങ്ങൾക്കിടയിലുള്ളതാണ്. അതിൽ വാഗ്ദാനങ്ങളുണ്ട്, വാഗ്ദത്തങ്ങളുണ്ട്, കടങ്ങളുണ്ട്, ഏർപ്പാടുകളുണ്ട്, വ്യത്യസ്ത രൂപത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതും പൂർത്തിയാക്കേണ്ടതാണ്. സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള കഠിനമായ ശ്രമം വേണ്ടതാണ്. ആ പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ്. ഒരിക്കലും അത് ഒഴിവായി പോകുന്ന ചാൻസ് അല്ല. നമ്മുടെ പെരടിയിൽ അതങ്ങനെ കെട്ടിക്കിടക്കും. അത് നമ്മൾ നിർവഹിക്കണം. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ പറഞ്ഞ നിങ്ങൾ വാക്കുകൾ പാലിക്കണം, കരാറുകൾ പാലിക്കണം എന്നതിൽ എല്ലാ ഇടപാടും പെട്ടിട്ടുണ്ട്. ഒരു ഇടപാടും പെടാത്തതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധിച്ചത്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധിച്ചത്, ജനങ്ങളുമായി ബന്ധിച്ചത് എല്ലാം ഈ വിഷയത്തിന്റെ പരിധിയിൽ പെട്ടിട്ടുണ്ട്. ഇടപാടുകളൊക്കെ പെട്ടിട്ടുണ്ടെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു. വ്യത്യസ്ത ഇടപാടുകളുണ്ട്. കച്ചവടം, അതുപോലെ തന്നെ ശരിക്കത്ത്, ഷെയറായിട്ടുള്ളത്, സത്യവും നേർച്ചയുടെയും ഇടപാട്, ഐക്യം എന്ന നിലക്ക്, രജ്ഞിപ്പ് എന്ന നിലക്കൊരു ഇടപാട്, വൈവാഹിക ബന്ധത്തിന്റെ ഇടപാട്. വൈവാഹിക ബന്ധത്തിലും ചിലപ്പോഴും ചില കൊടുക്കലുകളൊക്കെ വേണ്ടിവരും. ആ കൊടുക്കലുകളും സത്യത്തിൽ കരാറ് തന്നെയാണ്, അഹദാണ്. ഒരുപക്ഷെ കൊടുക്കേണ്ട ആള് ആരായിരിക്കും? കൊടുക്കേണ്ട ആള് പെണ്ണായിരിക്കും, അല്ലെങ്കിൽ ആണായിരിക്കും. 2 രൂപവും വന്നേക്കാം. എങ്ങനെ പെണ്ണാകുന്നത്? പെണ്ണ് പറഞ്ഞു ആണിനോട്, നിങ്ങൾ എന്നെ ഒന്ന് ഒഴിവാക്കി തരണം, ഞാൻ നിങ്ങൾക്കൊരു 10 ലക്ഷം തരാം. പക്ഷേ ഉടനടി നിങ്ങൾ ഒഴിവാക്കണം. ഘട്ടം ഘട്ടമായിട്ട് ഞാൻ അങ്ങനെ തരും. ഒരു 2-3 ലക്ഷം കൊടുത്തു, പിന്നെയും അടുത്ത ഗഡു കൊടുത്തു, പിന്നെയും ബാക്കിയുണ്ട്. അയാള് ശരിക്കും ഒഴിവാക്കി കൊടുത്തു. ഖുൽ ആണല്ലോ സത്യത്തിൽ അത്. പെണ്ണിൽ നിന്നൊരു പകരം സ്വീകരിച്ച് അവളെ ഒഴിവാക്കി കൊടുക്കുന്നു. നല്ല രൂപത്തിൽ പരിക്കുന്നു ഏൽപ്പിക്കാതെ. സത്യത്തിൽ ഇവനുമായുള്ള കുടുംബബന്ധം മുന്നോട്ട് പോകില്ല. കാര്യമായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ട്. ദീനിയായിട്ടും അമലിയായിട്ടും വിശ്വാസപരമായിട്ടും കർമ്മപരമായിട്ടും സ്വഭാവത്തിലും യോജിക്കൂല. ആ നിലക്കവനെ ഒന്ന് ഒഴിവാക്കുകയാണ്. അവൻ ശാഠ്യം പിടിച്ചു, ഞാൻ അങ്ങനെ ഒഴിവാകൂല. ഒഴിവാകണമെങ്കിൽ എനിക്ക് കാര്യമായിട്ട് നീ എന്തെങ്കിലും തരണം. തരാം, നീ ഒന്ന് ഒഴിവാക്കി തരണം. അവന് കൊടുക്കാൻ ഇനിയും ബാക്കിയുണ്ട്. അത് അഹദാണ്, കരാറാണ്. അതാ പെണ്ണുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വമുള്ള രക്ഷിതാക്കൾ അത് നിറവേറ്റി കൊടുക്കേണ്ടതാണ്. പെണ്ണ് ആണിന് കൊടുക്കേണ്ടതുണ്ടാകും. അതെന്താണ്? താൽക്കാലികമായി അവളുടെ സ്വത്തായ മഹർ, അത് പെണ്ണിന്റെ സ്വത്താണ്. ഭർത്താവിന് ഹദിയ കൊടുത്തതല്ല, ഭർത്താവിന് കടമായി കൊടുത്തു ഏർപ്പാട് നടത്താൻ. സത്യത്തിൽ കുറച്ചു കഴിഞ്ഞപ്പോ ബന്ധം പിരിഞ്ഞു. ഈ ഒരു കടബാധ്യത ബാക്കിയുണ്ട്. അത് ഞാൻ ഇത്രയും കാലം എനിക്ക് ചെലവ് തന്നില്ല, അതിലേക്ക് കൂട്ടിയാൽ മതി. കൂട്ടൂല, അതതിലേക്ക് കൂട്ടൂല. അതിങ്ങോട്ട് കൊടുക്കുക തന്നെ വേണം. അതാ പെണ്ണിന്റെ സ്വത്താണ്. അവള് പൊരുത്തപ്പെട്ട് തന്നതല്ല, കടമായിട്ട് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ് ബിസിനസ് നടത്താൻ. അല്ലെങ്കിൽ നീ വേറെ ഏതോ ആവശ്യത്തിന് വായ്പയായി വാങ്ങിയതാണ്. വേറെന്തോ കാര്യത്തിന് തരാമെന്ന് പറഞ്ഞ് എടുത്തു തരാമെന്ന വാക്കോടെ വാങ്ങിയതാണ്. അത് തിരിച്ച് ഏൽപ്പിക്കണം. ഏൽപ്പിക്കൽ നിർബന്ധമാണ്, ഒഴിവാകൂല. ഇപ്പൊ ചിലര് പറയണം 15 കൊല്ലം പോറ്റിയില്ലേ, ആ പോറ്റലിന് ഇത് കൂട്ടൂല. അത് കബിൽത്തു എന്ന് പറഞ്ഞ രൂപല്ലേ, അതിന്റെ ബാക്കിയിലാണ് പോറ്റിയതാണ്.
ഖബിൽതു നിക്കാഹ വ തസ്വീജഹ എന്ന് പറഞ്ഞ് സ്വീകരിച്ചില്ലേ, ആ ബാധ്യതയിലുള്ള പോറ്റലാണ്. അത് ഇതിലേക്ക് കടം വെക്കാൻ പറ്റൂല, കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ കുറേ വിഷയങ്ങൾ, ഭാരിച്ച വിഷയങ്ങൾ നമ്മുടെ പെരടിയിലുള്ളത് ഘട്ടം ഘട്ടമായിട്ട് കൊടുത്ത് പെട്ടെന്ന് ഒഴിവാക്കണം. മരിച്ചു പോകുന്ന സമയത്ത് ദുനിയാവെന്ന് പിരിയുമ്പോൾ ഒരാണിന്റെയും പെണ്ണിന്റെയും പെരടിയിൽ ഒരാളോടും കൊടുക്കേണ്ട ഒരു ഹക്കും ബാക്കിയാകാതെ പോകണം. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ഒരാളുടെയും ബാധ്യത ബാക്കിയാകാതെ നല്ല സന്തോഷത്തോടെ പോകാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. നിറഞ്ഞ ബാധ്യതകളുള്ളവരുണ്ടാകും. നല്ല മാർഗങ്ങളിലൂടെ വികസിപ്പിച്ച് അതൊക്കെ വീട്ടണം, തിരുത്തണം. തീർക്കാൻ കഴിയാത്ത വിഷയങ്ങളിൽ പൊരുത്തപ്പെടിക്കാൻ പറ്റുമെങ്കിൽ പൊരുത്തപ്പെടിക്കണം. അല്ലെങ്കിൽ ആവുന്നത് കൊടുത്തിട്ട് ബാക്കി പൊരുത്തപ്പെടിക്കണം. അത്രയുണ്ട്. കുടുങ്ങിയിട്ട് ഒക്കെ കൂടി കൊടുക്കാൻ കഴിയുന്ന ഒരു നിശ്ചയമില്ല. എന്നാ പിന്നെ ആകുന്നത് കൊടുത്തിട്ട് ശരിയായ നിലക്കുള്ള പൊരുത്തം സ്വീകരിക്കണം. എന്നാലേ ഇവിടുന്ന് പോകുമ്പോൾ അങ്ങോട്ട് സന്തോഷം ഉണ്ടാകുള്ളൂ. അല്ലെങ്കിൽ ആ പെരടിയിൽ കുടുങ്ങുന്ന ബാധ്യത ചെറുതല്ല. മഹാന്മാരായ സ്വഹാബത്ത് മുഴുവനും ഏറ്റവും കൂടുതൽ അവർ പേടിച്ചൊരു വിഷയം അതാണല്ലോ. ബാപ്പമാര് ഉമ്മമാര് പിരിഞ്ഞു പോകുമ്പോൾ അവരുടെ ബാധ്യത എത്ര പെട്ടെന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത് നോക്ക് നിങ്ങൾ. ഇന്നലെ ഉഹദിൽ ഷഹീദായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഇന്നലെ ബാപ്പ ഷഹീദായി. പിറ്റത്തെ ദിവസം തന്നെ വീട്ടിലേക്ക് ബാപ്പയിൽ നിന്ന് ബാപ്പക്ക് കടം കൊടുത്ത കടക്കാർ വന്നു. അപ്പൊ ഇന്നലെ ഷഹീദായതാണ്. ജാബിർ റളിയല്ലാഹുവിന് വേഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൂടി, കടക്കാർ വന്നിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചു. എന്റെ കടല്ല, ബാപ്പനാ. ബാപ്പ ഇന്നലെ ഷഹീദായി. ബാപ്പ ഷഹീദായാലേ കുറച്ചൊന്നവരോട് കുറച്ചു തരാൻ പറയണം. കടക്കാര് പറഞ്ഞു ഒരു ഇഞ്ചും കുറക്കൂല, അങ്ങ് കിട്ടാനുള്ള ഹക്കാണ്. അതവര് പറഞ്ഞ് തങ്ങളുടെ വിരോധം കണ്ടല്ലോ, ഓരോ അവകാശമാണല്ലോ അന്നൽക്ക് പറഞ്ഞാണ്. അപ്പൊ ജാബിർ റളിയല്ലാഹുവിനോട് തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഉള്ളത് കാര്യമായിട്ട്? കുറഞ്ഞ ഈത്തപ്പഴ മരങ്ങളുണ്ട്, പറിക്കാനായിട്ടുണ്ടോ? ഈത്തപ്പഴം പാകമായിട്ടുണ്ടോ? ആ പാകമായിട്ടുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യാം, നാളെ സുബഹി നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ അങ്ങ് പിരിഞ്ഞു പോകുമല്ലോ, കുറച്ച് നേരം കഴിഞ്ഞിട്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ അല്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ട്, ദുഹാന്റെ ടൈമൊക്കെ ആവും. നിങ്ങൾ പോയിട്ട് എല്ലാ മരത്തിന്റെയും കായ്ക്കനികൾ പറിച്ച് അതിന്റെ ചുവട്ടിൽ അവിടെ കൊട്ടയിലാക്കി വെക്കണം. ഞാൻ വന്ന ശേഷമേ എടുക്കാവൂ. ജാബിർ റളിയല്ലാഹു അൻഹു അതുപോലെ ചെയ്തു. ഏകദേശം ദുഹാന്റെ സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി. അങ്ങനെ കറങ്ങി എല്ലാ മരത്തിന്റെയും ചുറ്റും ഇങ്ങനെ കറങ്ങി നോക്കി, കൊട്ടയിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കറങ്ങി. ഇങ്ങനെ ഒരു കറക്കിങ്ങനെ കറങ്ങി വന്നിട്ട് കൂടുതലുള്ള പറിച്ചു വെച്ച കൊട്ടയുടെ അകത്ത് തങ്ങൾ ഇരുന്നു, അതിന്റെ സമീപത്തിരുന്നു. കടക്കാരോട് വരാൻ പറയൂ. വരി വരിയായവര് വരുന്നു, കൃത്യമായി കണക്ക് ചോദിക്കുന്നു. ഈ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു നിങ്ങൾക്ക് എത്രയാ തരാനുള്ളത്? ഓരോരുത്തരും കണക്ക് പറയുന്നു. ആ കണക്കിനനുസരിച്ചുള്ള ഈത്തപ്പഴം വാരിക്കൊടുക്കുന്നു. ചാക്ക് കണക്കിനവർ ഏറ്റിക്കൊണ്ടുപോകുന്നു. ഓരോരുത്തരും പറയുന്നു എനിക്ക് ഇത്ര തരാനുണ്ട്, ഇത്ര തരാനുണ്ട്. ഈ കൊട്ടയിൽ നിന്ന് ഈ കൊട്ടയ്ക്ക് അരികത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നിട്ട് ഒരു കൊട്ടയിൽ നിന്നാണ് വാരിക്കൊടുക്കുന്നത്. കണക്കനുസരിച്ചുള്ള തൂക്കമനുസരിച്ച് അക്കാരക്ക കൊണ്ടുപോയി ഈത്തപ്പഴം കൊണ്ടുപോയി വിറ്റാൽ അപ്പറഞ്ഞ കടത്തിന്റെ കാശ് കിട്ടും. അതിനനുസരിച്ച് അങ്ങ് കൊടുക്കുകയാണ്. എല്ലാ കടക്കാർക്കും കൊടുത്തു തീർത്തു. അക്കൊട്ടയിലുള്ളത് അങ്ങനെ തന്നെ ബാക്കിയുണ്ട്. ബാക്കി കുട്ടകളിലുള്ളതൊക്കെ അതും വേറെയുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് ചിരിച്ചുപോയി. ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇക്കണ്ട സന്തോഷം ഞാനൊന്ന് അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുവയോടൊന്ന് പറഞ്ഞു വരട്ടെ. നിങ്ങൾ പോയിട്ട് അവരോട് പറഞ്ഞു വരൂ, വിഷയം പറഞ്ഞു വരൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ആദ്യം എത്തി. ഇക്കണ്ട സന്തോഷം, ബാപ്പയുടെ കടം വീടിയതും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സഹായിച്ചതും തങ്ങളിലൂടെ പ്രകടമായ മുജിദത്തും ഈ ഒരു സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ചു. ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ചെന്നപ്പോ ഉമർ റളിയല്ലാഹു പറഞ്ഞു, നിങ്ങളെ തോട്ടത്തിലൂടെ ഇങ്ങനെ തങ്ങൾ കറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴേക്ക് എന്റെ പരിസരത്തുള്ള ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ജാബിർ റളിയല്ലാഹുവിന് സന്തോഷത്തിന്റെ ദിനമാണ്.
വലിയ ഭാഗ്യം ലഭിക്കുന്ന ദിനമാണ്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പുറത്തുള്ള ഉഹദിൽ കിടക്കുന്നത് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയാണ്, ഷഹീദാണ്. ആ ഷഹീദായ ഉപ്പയുടെ തോളിൽ നിന്ന് സ്വസ്ഥമായി സ്വച്ഛന്തമായി അവിടെ കിടക്കാൻ എത്ര പെട്ടെന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബാധ്യത നിറവേറ്റി കൊടുത്തത്. സഹോദരങ്ങളെ, നമ്മൾ ശുഹദാക്കളല്ല, ആ ഒരു സ്റ്റേജിലേക്കും നമ്മൾ ഉയർന്നിട്ടില്ല. നമ്മൾ സാധുക്കളാണ്, സാധാരണക്കാരാണ്. അല്ലാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. പെരടിയിലുള്ള ഈ മികച്ച ബാധ്യത ഒരു പക്ഷേ കുറഞ്ഞ കാലം ചിലരൊക്കെ വന്ന് ചോദിച്ചെന്ന് വരും, പിന്നെ വരത്രേ ചോദിക്കാന്ന് കരുതി വിട്ടേക്കും. അത് പൊരുത്തമായി കൂട്ടരുത്, ആ കണക്ക് മറക്കരുത്. കൃത്യമായി എഴുതി വെച്ച് വീട്ടേണ്ട രൂപത്തിൽ വിടണം. എത്രയാ വാങ്ങിച്ചിരുന്നത്? ഞാൻ എൻ്റെ ഉപ്പമാരോട് പറയട്ടെ, ചിലപ്പോ ചില വെള്ളിയാഴ്ചകളിൽ ചില തിരക്കിട്ട മജ്‌ലിസുകളിലൊക്കെ നമ്മളൊരു 10 രൂപ വാങ്ങും, അല്ലെങ്കിൽ 50 രൂപ വാങ്ങും. കൊടുക്കാൻ മറന്നേക്കരുത്. നേരെ പിറ്റേന്ന് തന്നെ അത് കൊടുത്ത് വീട്ടിയേക്കണം. 2-3 വെള്ളിയാഴ്ച കഴിയുമ്പോഴേക്ക് നമ്മൾ മറന്നുപോകും. വെള്ളിയാഴ്ച പള്ളിയിലെത്തിയതാണ്, കീശ കാലിയാണ്, ഇങ്ങോട്ടേ ഒരു 50 റുപ്യ. ഈ 50 റുപ്യ വാങ്ങിയ ആളോട് ഇനി എങ്ങനെ അത് ചോദിക്കാന്ന് കരുതിയിട്ട് ചോദിക്കുന്ന ആൾക്ക് ചോദിക്കാറ് വിഷമം. അത് വിട്ടിട്ടൊന്നുമില്ല കേട്ടോ, വിട്ടിട്ടില്ല, അതവിടെ ഉണ്ട്, അയാളെ മനസ്സിലുണ്ട്. മറ്റേ ആൾ 50 തരാണ്ട്, ആ 50 തന്നാപ്പൊന്ന് വേറൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരു 100 ഇപ്പം ഇന്നലെ വാങ്ങി, ആ 100 തന്നാൽ ഒരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ ചോദിക്കോ ഒരു 50 100 അല്ലേ? വിട്ടോ? വിട്ടിട്ടില്ല, വിട്ടിട്ടില്ല. അയാൾ പൊരുത്തപ്പെട്ടിരുന്നെങ്കിൽ അൽഹംദുലില്ലാഹ് റാഹത്തേന്ന്. വിട്ടിട്ടില്ല. ഇയാളാണെങ്കിൽ മറ്റാൾ ചോദിക്കാത്തതുകൊണ്ട് അതിന് മൂപ്പർ ചോദിക്കലുണ്ടാവില്ല, ആവശ്യമൊന്നും ഉണ്ടാവില്ല. ആ മഅസ്സലാമ. അങ്ങനെ കരുതരുത്. അങ്ങനെ കരുതുന്ന ബാധ്യതകൾ, കടങ്ങൾ പെരുകും, ഇഷ്ടം പോലെ ഉണ്ടാകും. വിട്ടിട്ടുമില്ല, പെരടിന്ന് ഒഴിവായിട്ടില്ല. ഈ താൽക്കാലികം വെച്ച് വാങ്ങുന്നുണ്ടല്ലോ, ഇങ്ങോട്ട് ഒരു 10, ആ 10ന്റെ കണക്ക പറഞ്ഞു. നാളെ 10 തരും. ഏത് നാളെ? വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ എന്ന് പറഞ്ഞ നാളല്ലേ? ആ നാളെ. കാരണം ആ നാളെ പിറ്റേ കുറെ നാളെ കഴിഞ്ഞു പോയി, നാളൊന്നും കാണാനില്ല. ചോദിക്കുന്ന ആള് എത്ര പ്രാവശ്യം വന്ന് ചോദിക്കും? കുറഞ്ഞ പ്രാവശ്യം പിന്നെ ആൾ ചിന്തിക്കും, എന്ത് ചോദിക്കാനാണ്, എത്ര വട്ടാ ഞാൻ ചോദിക്കുന്നത്, എത്രയാണ് അയാളെ പിന്നാലെ നടക്കുന്നത്, എനിക്കാകൂലാന്ന് കരുതിയിട്ട് പിന്നെ ആള് മടുക്കും. മടുത്തുകൊണ്ട് അയാൾ ഒഴിവാക്കിയതാണ്, പൊരുത്തത്തോടെ ഒഴിവാക്കിയതല്ല. അങ്ങനെ ചിന്തിക്കരുത്. ആ ബാധ്യതകളൊക്കെ കൃത്യമായി വീട്ടണം, എഴുതി വെക്കണം. എഴുതി വെക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിച്ച, ഇത്രയും ഗൗരവത്തോടെ പഠിപ്പിച്ചൊരു വിഷയമാണ് ബാധ്യത. ആ എഴുത്തിന്റെ കൂടെ, ആ എഴുതി വെക്കുന്നതിന്റെ കൂടെ നിങ്ങൾ സാക്ഷികളെയും കരുതിയാൽ നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിൽ കൊടുക്കാനുള്ള ബാധ്യത സ്ഥിരപ്പെടും. ഒരു പക്ഷേ നിങ്ങൾക്ക് കൊടുക്കാൻ അതിന് കാലാവധിയോ സമയമോ സന്ദർഭമോ എത്തിയില്ല. കുറച്ചുകൂടി കാലം കഴിഞ്ഞ് മക്കൾ അതിന് പുരോഗതി പ്രാപിച്ചു വന്നാൽ അപ്പോഴെങ്കിലും പെരടിയിൽ നിന്നും ഒഴിവായി കിട്ടിയാൽ നല്ല സന്തോഷമാണ്. അതുകൊണ്ട് കൊടുക്കാനുള്ള ബാധ്യത. ഉമ്മമാരെ അയൽപക്കത്തെ വീട്ടിൽ നിന്ന് വാങ്ങി ഒരു 25 രൂപ. അതാർക്കാ? ഒരച്ചാറ് വിൽക്കുന്ന ആണ് വന്നിരുന്നു, പെണ്ണ് വന്നിരുന്നു, ഒരു 25 വാങ്ങി. 25 വിചാരിച്ചു കൊടുത്തു. പിറ്റത്തെ ദിവസം അതാ വസ്ത്രം വിൽക്കുന്ന വേറൊരാൾ വന്നപ്പോ ഒരു മാക്സി വാങ്ങാൻ 150 വാങ്ങി. 150ഉം 25ഉം ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. അങ്ങനെ കൂട്ടി നോക്കുമ്പോ ചില്ലറയായിട്ട് കുറെ ആയിട്ടുണ്ട്. ഇതെങ്ങനെ ചോദിക്കാന്നൊരു വിഷമം അപ്പുറത്ത് അയൽക്കാർക്കുണ്ട്. നിങ്ങളാണെങ്കിൽ കൊടുക്കാൻ കഴിയാത്തവരെല്ലാവരും പൊരുത്തപ്പെട്ട് തന്നിട്ടൊന്നുമില്ല. നിങ്ങൾ ഉടനടി വീട്ടാത്തത് കൊണ്ട് മനസ്സിൽ നിന്നങ്ങ് മറന്നുപോയാൽ ഒരു ബാധ്യതയായിട്ടത് അവിടെ ശേഷിക്കും. കൊടുത്തേക്കണം. ഉടനെ കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. ഇടപാടുകളുടെ വിഷയത്തിൽ ഇങ്ങനെയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു മാലും ദിൻ മുസ്ലിമിൻ ഇല്ലാ അൻ തീബത്തിൻ മിൻ നഫ്സിഹി. ഒരു മുസ്ലിമായ മനുഷ്യന്റെ സ്വത്തും അനുവദനീയമാകൂല ഇല്ലാ അൻ തീബത്തിൻ മിൻ നഫ്സിഹി, മനസ്സംതൃപ്തിയോടുകൂടെ അല്ലാതെ, നല്ല പൊരുത്തത്തോടുകൂടെ അല്ലാതെ. അതുകൊണ്ടാണ് ചില ഇമാമിങ്ങളൊക്കെ അവരിൽ നിന്ന് അപഹരിച്ചെടുത്തതും മറ്റു രൂപത്തിലും ഭാവത്തിലും തട്ടിപ്പറിച്ചെടുത്തതുമായ സ്വത്തുകൾക്ക് നേർക്കുനേരെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പൊരുത്തപ്പെട്ടു കൊടുത്തു. എന്തിന്? ദുനിയാവിലും സുഗമമായിട്ട് അവർക്ക് ഉപയോഗിക്കാം, ആഖിറത്തിലും അവർ ആ വിഷയത്തിൽ പ്രതിചേർക്കപ്പെടാതിരിക്കാൻ.
അതിനാണ് അവരങ്ങനെ ചെയ്തത്. ഒരുപാട് മഹാന്മാരങ്ങനെ ചെയ്തിട്ടുണ്ട്. അവിടെ കാണുന്ന വാഗ്ദാനങ്ങള്, നമ്മുടെ പെരടിയിലുള്ള വാഗ്ദാനങ്ങൾ അത് ഒഴിവാക്കണം. വഔഫൂ ബില്ലഹദി ഇന്നൽ ലഹദ കാന മസ്ഊലാ. അത് ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയം, ചോദ്യം ചെയ്യപ്പെടുന്ന സമയം നമുക്കത് ഭാരിച്ച ബാധ്യതയാകരുത്. ഏത് വാഗ്ദാനങ്ങളും നിർവഹിക്കപ്പെടണം. കണ്ടില്ലേ നിങ്ങൾ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒറ്റ വാഗ്ദാനങ്ങളും നിർവഹിക്കപ്പെടാതെ പോയിട്ടില്ല. തങ്ങളെ വഫാത്തിന് ശേഷം പൊതുഖജനാവിലേക്ക് സമ്പത്ത് വന്നപ്പോ ആ സമ്പത്ത് കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം ചെയ്തത് ഒരു പ്രഖ്യാപനമാണ്, ഒരു വിളംബരമാണ്. ആർക്കെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടം തരാനുണ്ടെങ്കിൽ, വല്ല വാഗ്ദാനങ്ങളും നിർവഹിക്കാനുണ്ടെങ്കിൽ വന്നേക്കണം. ഈ വന്ന സ്വത്തിൽ നിന്നത് വീട്ടിത്തരാം. ജാബിർ റളിയല്ലാഹു അൻഹു വന്നു. വഫാത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു, ഇനി നിങ്ങൾക്ക് സ്വത്ത് വരുന്ന സമയത്ത് കൈ ഇങ്ങനെ കൂട്ടിയിട്ടാ തങ്ങൾ പറഞ്ഞ് ഇത്രയും 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 തരാന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞത്. ഞങ്ങളെ രണ്ട് കൈയും കൂട്ടിയിട്ട് ഇതിന്നൊന്ന് വാരി, ഗോതമ്പല്ലോ ദിർഹമാ, വാരി എടുത്തു. എണ്ണാൻ പറഞ്ഞു. 500 ദിർഹമുണ്ട്. അതിലേക്ക് 1000 കൂടി കൊടുത്തു. 1500 ദിർഹം. ഒരൊറ്റ വഅദും ഒരൊറ്റ വാക്കും ഒരൊറ്റ വാഗ്ദാനവും പാലിക്കാതെ പോയിട്ടില്ല. ഇനി എന്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ അൽഖമറിന്റെ സദസ്സിലേക്ക് വന്നവരാണ്. ഇപ്പൊ കുറച്ച് വർഷങ്ങളായി നമ്മൾ പരിപാടി നടത്താൻ തുടങ്ങിയിട്ട്. നാളെ സമാപനം ഇട്ട് എല്ലാവർക്കും അറിയാലോ, വർഷങ്ങളോളമായി. ഇവിടെ കമ്മിറ്റിക്കാരും അൻവർ ഉസ്താദും കാര്യങ്ങളും എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് തേടി കൊടുക്കട്ടെ. അവർ പക്ഷേ 2 or 3 ഒക്കെ തവണ ഇങ്ങനെ ഫോം വിളിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെ ഒരു ചാക്കാരി ഇങ്ങനെ ഒരു സംഭാവന ഇങ്ങനെ കേട്ടിരുന്നു, ബുദ്ധിമുട്ടില്ലെങ്കിൽ 2 വട്ടൊക്കെ. പിന്നെ നമ്മളെ പോലെ ബുദ്ധിമുട്ടാക്കണ്ടല്ലോ, ഒരു ഉണ്ടാകുമ്പോൾ തന്നോളൂ എന്നുള്ള സമാധാനത്തിലവിടെ വെക്കും. അങ്ങനെ വെച്ചേച്ച വാഗ്ദാനങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ സാമ്പത്തിക സ്രോതസ് കയ്യിൽ വരുമ്പോഴേക്ക് കൊടുത്തേക്കണം. അത് പിന്തിപ്പിക്കുന്ന ആളാണ് ശൈത്താൻ. ശൈത്താൻ പറയിപ്പോൾക്ക് ആവശ്യമില്ല, ആവശ്യമുണ്ടെങ്കിൽ ഒരു ചോദിക്കൂല, എന്ന് ചോദിക്കും. അതുകൊണ്ട് അടുത്ത ആഴ്ച കൊടുക്കുക, പിറ്റത്തെ ആഴ്ച കൊടുക്കുക, പിറ്റത്തെ മാസം കൊടുക്കുക, പിറ്റത്തെ കൊല്ലം കൊടുക്കുക. അങ്ങനെ എത്ര പിന്തിയതുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാട്ടിലെ കടക്കാരൻ വന്നിട്ട് നമ്മളോട്, നിങ്ങളെ കുറച്ച് പറ്റുണ്ടല്ലോ അവിടെ. അല്ലാ, ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് കാശ് തരാൻ വേണ്ടി കൊണ്ടുവന്നേന്നു, വേറെ രൂപത്തിലേക്ക്. അന്നാ സാരല്ല, ഇനി അടുത്ത മാസം കൊണ്ടുവിട്ടോ. അടുത്ത മാസം കിട്ടിയപ്പോ ഇത് കൊടുക്കണം എന്നുള്ള ചിന്ത മനസ്സിലിങ്ങനെ വന്നിരുന്നു. പക്ഷെ അപ്പോഴേക്ക് വേറൊരു മുറാദ് വന്ന് അങ്ങോട്ട് തിരിച്ചു. അതിനേക്കാളും ഡേഞ്ചർ ആവശ്യമുള്ളതാ ഇത് ആവശ്യമുള്ളതും വേഗം കൊടുക്കേണ്ടതുമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത്തരത്തിലുള്ള വാക്കുകളുണ്ട്. മക്കളോട് ബാപ്പമാര് പറയുന്ന വാക്കുകൾ, ഭാര്യമാരോട് പറയുന്ന വാക്കുകൾ, അത് മറക്കരുത്. അതൊരു സന്തോഷം കിട്ടാൻ വേണ്ടി ഉസ്താദെ അന്നങ്ങനെ പറഞ്ഞതാണ്, മറക്കരുത്. എന്തേ പറഞ്ഞിരുന്നത്? ഇൻഷാ അല്ലാഹ് കോവിഡൊക്കെ ഒന്ന് കൈയൊന്ന് സലാമത്താകട്ടെ, ഞാൻ അമ്മക്ക് 2 പേർക്കും കൂടിയിട്ട് ഒരു ഉംറക്കാണ് പോകണം, ഹജ്ജിനെക്കൊണ്ട് പോകണം. പിന്നൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോ ഹജ്ജിന്റെ ഉംറന്റെ കൂലി വർദ്ധിച്ചു കണ്ടപ്പോ അല്ലാ, വലിയ പ്രയാസാട്ടോ, ഇപ്പൊ അടുത്തും നടക്കും തോന്നുന്നില്ല. ഈ വാക്ക് പിൻവലിക്കാൻ കഴിയോ? ഒരു വാക്കാണ്, ഒരു അഹദാണ്, ഒരു ബാധ്യതയാണ്, ഒരു കരാറാണ്. 2ാമത്തെ മോളെ കെട്ടിച്ചിടുമ്പോ മോള് വന്നിട്ട് പറഞ്ഞു, ബാപ്പാ, ഞാൻ നിങ്ങളെ സാമ്പത്തിക സ്ഥിതിയൊക്കെ എനിക്കറിയാം, പക്ഷെ നിങ്ങൾ ഇത്താത്തൊക്കെ കൊടുത്തേന്ന് ഒരു 3 പവൻ എനിക്ക് കുറവുണ്ട്, നിങ്ങൾ എനിക്ക് തരും എന്ന് എനിക്കറിയാം. മോളെ ഒട്ടും വിഷമിക്കണ്ട, ഇൻഷാ അല്ലാഹ് ബാപ്പ തരും എന്ന്. 3ാമത്തെ കുട്ടിന് 4ാമത്തെ കുട്ടിനൊക്കെ കഴിഞ്ഞ് ആള് നല്ല ഫ്രീ ആയി. അപ്പോൾ 2ാമത്തെ മോള് വന്ന്, ബാപ്പ മറ്റവർക്കൊക്കെ സംഗതി ഫില്ലപ്പായിട്ടുണ്ട്, എൻ്റെ ഒരു 3 ബാക്കി, ഞാൻ തരും. ബാപ്പ കൊണ്ട് എന്നാ എൻ്റെ സ്വത്ത് നിന്നൊരു 10 സെന്റ് വിറ്റിട്ട് കൊണ്ട് സ്വർണം വാങ്ങിക്കും. പിന്നെ ആ കുട്ടി ചോദിക്കൂല. കാരണം ബാപ്പ ഇങ്ങനെ ചൂടാവുന്നൊരവസ്ഥയിൽ നമ്മൾ ചോദിക്കേണ്ടിയില്ല. പൊരുത്തപ്പെട്ടുകൊണ്ടല്ലേ, ബാധ്യത നീങ്ങിയിട്ടില്ല, പക്ഷെ ഇങ്ങനെ ഒരു ലെവലിലേക്ക് വാപ്പ ഉയർന്നോണ്ട് ഇനി ചോദിക്കണ്ടെന്ന് തീരുമാനിച്ചു. എന്നാ ആ ബാധ്യത നീങ്ങിയിട്ടില്ല, ഒരു വാക്ക് അവിടെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങോട്ട് എണ്ണിക്കൂട്ടിക്കോളും ഓരോ മേഖലയിലും. വഔഫൂ ബിൽ അഹദ്, മറ്റുള്ളവരുമായി നമ്മൾ പറഞ്ഞുറപ്പിച്ച വാഗ്ദാനങ്ങൾ, കരാറുകൾ പൊളിക്കാൻ പാടില്ല. അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു തആലാനോട് നമ്മൾ ഏറ്റ വിഷയം നമ്മൾ റെഡിക്ക് പൂർത്തിയാക്കുകയാണെങ്കിൽ അല്ലാഹു തആല നമുക്കുള്ള കാര്യങ്ങൾ ആ രൂപത്തിൽ പൂർത്തിയാക്കി തരും. വഔഫൂ ബി അഹദി ഊഫി ബി അഹദിക്കും, നമ്മളോട് അല്ലാഹു പറഞ്ഞ വാഗ്ദാനം.
എന്നോടുള്ള വാഗ്ദാനങ്ങൾ, കരാറുകൾ ഞാനുമായി ബന്ധപ്പെട്ടതാണ്, എൻ്റെ അടിമകളോടുള്ളതും. അത് നിങ്ങൾ കറക്റ്റ് പൂർത്തിയാക്കുകയാണെങ്കിൽ ഊഫി ബി അഹദിക്കും, നിങ്ങൾ എന്തെന്നോട് വാഗ്ദാനം ചെയ്യുന്നോ ലെവലിൽ ഞാനത് പൂർത്തിയാക്കും, ഒന്നും ഞാനത് കുറക്കൂല.